ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്തു. വൈകുന്നേരം ഓടിയിട്ടില്ല. ഉച്ചയ്ക്ക് 303 രൂപയും ഒരു 145 സംതിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാത്രി 1:30 ആയതുകൊണ്ട് തന്നെ ഈ സൊമാറ്റോ കംപ്ലീറ്റ് എററാണ്. വീക്കിലി മന്ത്ലി ഒക്കെ കാണിക്കുകയാണെങ്കിൽ വീക്കിലി ഇപ്പോൾ 1175 കാണിക്കുന്നത്. ഇതൊക്കെ ടോട്ടൽ ബ്ലണ്ടറായ ഇതാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഇൻസെൻറ്റീവും ആഡായിട്ടില്ല. ഇതൊക്കെ രാത്രി വരുന്ന ഗ്ലിച്ചാണ്, നമ്മളതൊന്നും നോക്കുന്നില്ല. സോ ടോട്ടൽ ഇപ്പോൾ മന്ത്ലി 15,510 രൂപ ടോട്ടലി ആയിട്ടുണ്ട്. സോ മന്ത്ലിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വീക്ക് ഈ പറഞ്ഞ 4,011 പ്ലസ് 1,035 ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. സോ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 5,000 സംതിങ് ആണ് ഞാൻ ടോട്ടലി ഏൺ ചെയ്തത്. അത് നമുക്ക് കറക്റ്റ് ഏണിങ്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. എന്തായാലും ഇത് സൺഡേ വെളുപ്പാങ്കാലം എങ്ങനെയാണ്. സോ സൊമാറ്റോയിൽ പുതിയതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെയാണ്. സൊമാറ്റോ വർഷങ്ങളായിട്ട് ഈ രാത്രി ഇങ്ങനെ എറർ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇന്ന് അറൗണ്ട് ഒരു 400 സംതിങ്ങിനാണ് ഞാൻ ഓടിയിട്ടുള്ളത്. അതിനപ്പുറം ഒന്നും പോയിട്ടില്ല. 5,011 ആ ഒരു റേഞ്ച് മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ ഒരു വീക്കിലി CNG അടിച്ചിട്ടുള്ളത് 864 സോ ഈ 864 എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് അതിലിപ്പോഴും ഫുൾ ടാങ്ക് കിടപ്പുണ്ട്. ഈ ഫുൾ ടാങ്ക് കിടക്കുമെന്ന് പറഞ്ഞാൽ ഒരു 100, 130, 150 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാം. സോ ഞാനത് കണക്ക് കൂട്ടല്ല, 100 കിലോമീറ്റർ വെച്ച് പറയാം. സോ 100 കിലോമീറ്റർ വെച്ച് പറഞ്ഞാൽ നമുക്ക് 764 രൂപ ആ റേഞ്ച് മാത്രമേ ഞാൻ CNG അടിച്ചിട്ടുള്ളൂ. 4,051 കിലോമീറ്ററാണ് ടോട്ടലി ആയത്. 3,180 കിലോമീറ്ററിലാണ് നമ്മുടെ ജേണി ഈ ആഴ്ച, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ടോട്ടലി 871 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. 871 കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് എറൗണ്ട് 700 രൂപയുടെ CNG പോട്ടെ, 750 രൂപയുടെ CNG അത്രയൊക്കെ ആയിട്ടുള്ളൂ. അതിനപ്പുറം ഒന്നും CNG ആയിട്ടില്ല. സോ ടോട്ടലി എറൗണ്ട് ആ ഒരു റേഞ്ച് 800 കിലോമീറ്റർ ആ റേഞ്ചേ ആയിട്ടുള്ളൂ. വീക്കിലി എറൗണ്ട് എനിക്കൊരു 5,000 സംതിങ് രൂപയെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വീക്കിലി. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 431, കാരണം ഉച്ചയ്ക്കുള്ള ഇൻസെൻറ്റീവ് എടുത്ത് ഞാൻ മതിയാക്കി. ഈ ഒരാഴ്ച കംപ്ലീറ്റ് കിടന്നോടി എനിക്കൊരു വല്ലാത്തൊരു ടയേർഡ് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. ഇനി അടുത്ത ആഴ്ച മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ബാക്കി എല്ലാ ദിവസവും ഓടാം. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഓടിയോണ്ട് എനിക്ക് അത്യാവശ്യം ഒരു 6,500 രൂപയോളം ഏൺ ചെയ്യാൻ പറ്റി. കാരണം ഈ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ടയേർഡാവും. പിന്നെ എൻ്റെ ഡേ ടു ഡേ ഷെഡ്യൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഡേ ടു ഡേ ഷെഡ്യൂൾ അനുസരിച്ച് അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ റോബോട്ടിന് മാത്രമേ പറ്റുള്ളൂ. ഇടയ്ക്ക് നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ടയേർഡാവും, ഇടയ്ക്ക് ഫ്രസ്ട്രേഷൻ വരും, ഡിപ്രഷൻ വരും, എല്ലാം കളഞ്ഞിട്ട് പോകാൻ തോന്നും. എന്നാലും വീണ്ടും നമ്മൾ പിടിച്ചു നിൽക്കും. കാരണം ഒരു വലിയൊരു ലക്ഷ്യം എൻ്റെ മൈൻഡിലുണ്ട്. സോ ആ ഒരു ലക്ഷ്യം എന്ന് അറ്റൻഡ് ചെയ്യുമോ അതുവരെ ഞാൻ ഇതേ ഒരു ട്രാക്കിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇടയ്ക്ക് ഒരു ദിവസം എല്ലാത്തിൽ നിന്നും മറന്നൊന്ന് ബ്രേക്കപ്പായിട്ട് ഒന്ന് നിന്നിട്ട് വീണ്ടും പതിവ് പോലെ റീചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇപ്പോഴും സ്റ്റിൽ ഓണാണ്. അറൗണ്ട് 15,000 രൂപ മാത്രമേ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 1 ലാക്കാണ്. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നാളെ മുതൽ നമുക്ക് വീണ്ടും പതിവ് പോലെ സൊമാറ്റോ ഓടിത്തുടങ്ങാം. റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. 1-2 ദിവസം വൈകി പോകുന്നതേ ഉള്ളൂ. അത് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഇടാൻ ലേറ്റായി പോയതാണ്. നമുക്കത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം എനിക്ക് അത്രയും പ്രഷർ വേണ്ട. ഇപ്പോൾ ഇന്ന് എടുക്കുന്ന വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് പിറ്റേ ദിവസമൊക്കെ എഡിറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഇതും കൂടെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. സോ എൻ്റെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്രിപ്റ്റോ ചാനൽ മിസ്റ്റർ R2 എന്നാണ് പേര്. സോ അതിലേക്ക് പോവാം. പിന്നെ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തവർ ദയവ് ഒരു ട്രേഡിങ്ങിലോട്ട് വരരുത്. ഒരു സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു ഭാഗ്യം വേണം. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കാം. എനിക്ക് ലോസ് വലുതായിട്ടില്ല, പക്ഷേ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കടവും അതും പ്രാരാബ്ദവും അതും ഇതും എല്ലാം ആയിട്ട് തീരുന്നു. അപ്പോൾ എല്ലാം ഇനി ഒന്നേന്ന് ഏൺ ചെയ്യണം. സോ അതെല്ലാം ഞാൻ ലൈവായിട്ട് ഈ ചാനലിൽ കാണിക്കാം. ഏൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഞാൻ പൊട്ടുന്നുണ്ടോ വിജയിക്കുന്നുണ്ടോ എല്ലാം കാണിക്കാം. അപ്പോൾ നാളെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.